ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റുഖിയ ചെയ്തിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം. അതാ നമ്മൾ പറഞ്ഞത്. ജിബ്രീൽ തങ്ങൾക്ക് റുഖിയ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ദുആ ചൊല്ലിക്കൊടുത്തു. അതാണ് ബിസ്മില്ലാഹി യർഖീക് മിൻ കുല്ലി ഷൈഇൻ യുദീക മിൻ ശർരി ഹാസിദിൻ വഐനിൻ അല്ലാഹു യശ്ഫീക്. പറ്റുകയാണെങ്കിൽ ഇത് പഠിച്ചു വെച്ചോളി, നല്ലതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ആർക്കും റുഖിയ ചെയ്യാൻ ഓതാൻ പറ്റുന്ന ഒരു ദിക്റാണത്, ദുആയാണത്. 11 തവണ രോഗിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ചൊല്ലിക്കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഖുർആൻ ഓതിക്കൊടുത്തു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. 11 കെട്ടുകൾ ഉണ്ടായിരുന്നു നബി ഞങ്ങൾക്ക് വേണ്ടി സിഹർ ചെയ്ത ആ ഒരു ഈത്തപ്പഴത്തിന്റെ കുലയില്. ജിബ്രീൽ തങ്ങൾ ഓരോ ആയത്ത് ഓതുമ്പോഴും അത്ഭുതകരമായി ഓരോ കെട്ടുകൾ അഴിഞ്ഞു തുടങ്ങി. ആ കെട്ടുമ തൊട്ടിട്ടില്ല. ജിബ്രീൽ തങ്ങൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഒന്നഴിഞ്ഞു. മിൻ ശർരി മാ ഖലഖ് രണ്ടാമത്തേത് അഴിഞ്ഞു. മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. അങ്ങനെ മിനൽ ജിന്നതി വന്നാസ്. 11ാമത്തെ ആയത്ത് ഓതിയപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1-ൽ 5, രണ്ടാമത്തെ അവസാനത്തെ സൂറത്തിൽ 6, അങ്ങനെ 11 ആയത്തുകൾ. قام النبي صلى الله عليه وسلم فكأنما نشط من عقال. ബോധരഹിതനായ ഒരു മനുഷ്യൻ, എഴുന്നേൽക്കാൻ കഴിയാതെ തളർന്നു കിടന്നിരുന്ന ഒരാൾക്ക് ബോധം തെളിഞ്ഞാൽ എങ്ങനെയാണോ അയാൾ എഴുന്നേൽക്കുന്നത്, അതുപോലെ ഹബീബായ നബി തങ്ങൾ ഈ 2 സൂറകളും ഓതിക്കഴിഞ്ഞപ്പോഴേക്കും നബി തങ്ങൾ എഴുന്നേറ്റിരുന്നു എന്ന് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ